പാലക്കാട് ബി.ജെ.പിയിലെ വിമത കലാപത്തിൽ ആർ.എസ്.എസിന്റെ ഇടപെടൽ ചെയർപേഴ്സൺ ഉൾപ്പെടെ മുതിർന്ന നേതാക്കൾ വഴങ്ങി. ഒരു വിഭാഗം നേതാക്കളെ ആർ.എസ്.എസ് അനുനയിപ്പിച്ചെങ്കിലും വിമത സ്വരമുയർത്തിയവർ സമവായത്തിന് തയ്യാറായിട്ടില്ല. യുവമോർച്ച ജില്ലാ പ്രസിഡന്റായി പ്രശാന്ത് ശിവൻ അതിനിടെ ചുമതലയേറ്റു. പ്രശാന്തിനെ പാലക്കാട് ജില്ലാ അധ്യക്ഷനാക്കാനുള്ള നീക്കത്തിന് പിന്നാലെയാണ് കൗൺസിലർമാർ ഉൾപ്പെടെ ഒരു വിഭാഗം ബി.ജെ.പി നേതാക്കൾ എതിരഭിപ്രായവുമായി രംഗത്തെത്തിയിരുന്നത്. ടി നന്ദഗോപാൽ വിവരങ്ങളുമായി പാലക്കാട്. നന്ദഗോപാൽ, പാലക്കാട്ടെ പ്രശ്നങ്ങളുടെ ഒച്ച അടക്കാൻ കഴിഞ്ഞോ ആർ.എസ്.എസിന്റെ നേതൃത്വത്തിന്? നിഷാദ്, അങ്ങനെ വേണം നമുക്കിപ്പോൾ കരുതാൻ. അതായത് ഇന്നലെ മുതൽ ഈ ഒരു പ്രശാന്ത് ശിവനെ അധ്യക്ഷനാക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു വിഭാഗം കൗൺസിലർമാരും നേതാക്കളും വലിയ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. ഇവർ രാജിവെക്കുമെന്നുൾപ്പെടെ നേതൃത്വത്തെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. പക്ഷേ അതിനുശേഷം ആർ.എസ്.എസ് ഈ ഒരു നേതാക്കളുമായി സംസാരിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. തുടർന്ന് ഒരു സമവായത്തിലേക്ക് കാര്യങ്ങൾ എത്തി എന്നുള്ളതും അറിയുന്നുണ്ട്. ഏതായാലും ഈ ഒരു പ്രശാന്ത് ശിവനെ അധ്യക്ഷനായി പ്രഖ്യാപിക്കുന്ന ചടങ്ങിലേക്ക് ഈ വിമത സ്വരം ഉയർത്തിയ നേതാക്കൾ എത്തിയിട്ടുണ്ടായിരുന്നില്ല. അവർ മറ്റൊരു യോഗം ചേരുകയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പക്ഷെ അവരോടൊക്കെ രാവിലെ സംസാരിച്ചപ്പോൾ ഒരു സമവായത്തിലേക്ക് തങ്ങൾ എത്തി എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. ഏതായാലും അവരുടെ നിലപാട് കൂടി ഇനി സ്ഥിരീകരിക്കേണ്ടതുണ്ട്. ഈ കാര്യത്തിൽ അല്പസമയം കൂടെ കഴിഞ്ഞാൽ ഇവർ മാധ്യമങ്ങളെ കാണും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. നിലവിൽ പ്രശാന്ത് ശിവനെ അധ്യക്ഷനായി പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഒപ്പം ഈ ഒരു പ്രശ്നങ്ങളിൽ നിന്നും അവർ വിട്ടുനിൽക്കുകയും ചെയ്യുകയാണ്. ഈ ചടങ്ങിലേക്കും വിമത സ്വരം ഉയർത്തിയ നേതാക്കൾ എത്തിയിട്ടില്ല. അല്പസമയത്തിനുള്ളിൽ തന്നെ ഇവർ ഒരു നിലപാട് വ്യക്തമാക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ശരി, നന്ദഗോപാലാണ് വിവരങ്ങൾ നൽകിയത്.